മല എന്നറിയപ്പെടുന്നത്. നമ്മുടെ ചരിത്രത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ പഴശ്ശി രാജാവ് അവസാന കാലഘട്ടത്തിൽ ഇതിലൂടെ കടന്നുപോയത് എന്നാണ് പറയുന്നത്. അതിനേക്കാളുപരി മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനമാണ് ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നത്. അതായത് ചിത്രവട്ടം ആരൂഢ സ്ഥാനം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പിന്നെ പൈതൽ മല കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു മച്ചൂർ മല. ഇതിന് തൊട്ടപ്പുറത്താണ് മുടക്കോഴി എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത്. ഇതിന് അടുത്ത ഒരു ഭാഗത്താണ് മുടക്കോഴി ഉള്ളത്. പിന്നെ ഇതിന് ഏറ്റവും ഒരു പ്രത്യേകത, ഇതിൻ്റെ മുകളിൽ ഏറ്റവും മുകൾ തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങേ തല വീരായുപേട്ട മുതൽ പയ്യന്നൂർ അതുപോലെ തലശ്ശേരി വരെയുള്ള ഭാഗങ്ങൾ സറൗണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ലാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും കോടമഞ്ഞുകളാൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. നമ്മുടെ സഞ്ചാരികൾ ഇപ്പം കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് കാരണം ഇപ്പോൾ പിന്നെ ഇക്കോ ടൂറിസംകാർ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഒരു 10 ഏക്കർ സ്ഥലത്ത് അവിടെ ഇക്കോ ടൂറിസം അടുത്ത കൊല്ലം ആരംഭിക്കാൻ തുടങ്ങുന്നുണ്ട്. അതേപോലെ അവിടെ ഇൻ്റർനാഷണൽ യോഗ സെൻറ്റർ തുടങ്ങി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ യോഗ സെൻറ്റർ തുടങ്ങുന്നതോട് കൂടിയിട്ട് മിക്കവാറും ഈ ഏരിയ നല്ല ഒരു ടൂറിസം മേഖലയിലേക്ക് വളരെ ഉയരപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ഇവിടെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ വ്യൂ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ആകെയുള്ള ഒരു റിസോർട്ടുണ്ട് ഇവിടെ, ആരൂഢ റിസോർട്ട്. അവിടെ സാധാരണ തങ്ങിയ ശേഷം എല്ലാ ഇവിടുത്തെ തണുപ്പും അതൊക്കെ കൊണ്ട് ഈ വ്യൂ പോയിൻ്റൊക്കെ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പാലുകാച്ചി പാറ എന്ന് പറയുന്നത്. നമുക്ക് ട്രക്കിംഗ് ഒക്കെ പോകണമെങ്കിൽ നമുക്ക് പാലുകാച്ചി ഇവിടുന്ന് 5 കിലോമീറ്റർ മാത്രമേ ട്രക്കിങ് പോയി കഴിഞ്ഞാൽ പാലുകാച്ചി പാറ. പിന്നെ ഏകദേശം 9 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, മൃദംഗ ശൈലേശ്വരി. അവിടത്തേക്ക് നമുക്ക് ഒരു 9 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൃദംഗ ശൈലേശ്വരി എത്താൻ പറ്റും.